വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ചില വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കും. പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആന്റെ ഏതെങ്കിലും ഒരു ആയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹദീസ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാതെ ആഞ്ഞു തറക്കും. ചിലപ്പോൾ കരയേണ്ട ആയത്തുകളാണെങ്കിൽ നമ്മൾ കരഞ്ഞു പോകും. ആ കരച്ചിൽ പിന്നെ ഒതുക്കാൻ കഴിയില്ല, അങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ചില ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഉദാഹരണം പറയാം, സൂറത്തു തൂർ, അതിലെ ഒരു ആയത്തിനെ കുറിച്ചാണ് പറയുന്നത്. സംഭവം ബഹുമാനപ്പെട്ട ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു തആല അൻഹു, ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഖാസിം, അതായത് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടി പറയാണ്, കുന്തു ഗദൗതു യൗമൻ ഫഇദാ ആയിഷതു ഖായിമത്തുൻ തുസബ്ബിഹു. ഒരു ദിവസം എൻ്റെ അമ്മായിയായ, അതായത് ഖാസിം എന്നവരുടെ പിതാവ് മുഹമ്മദ് എന്നവരുടെ സഹോദരിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. എൻ്റെ അമ്മായിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കിലേക്ക് ഞാൻ ചെന്നപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിസ്കാരത്തിൽ ഫാത്തിഹ കഴിഞ്ഞ് അതിനുശേഷം സാധാരണ സൂറത്ത് ഇങ്ങനെ ദീർഘമായി ഓതിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സൂറത്തു തൂറിൻ്റെ 27-ാമത്തെ ആയത്തെത്തി. ആ ആയത്തിൻ്റെ പശ്ചാത്തലം, അതായത് മുഅ്മിനീങ്ങളായ വിശ്വാസികളായ ആളുകൾ, സൽക്കർമ്മികളായ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം ആ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ആ ഒരു സംസാരത്തിൻ്റെ പശ്ചാത്തലമാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ അവരിങ്ങനെ പറയാണ്, ഒരാൾ മറ്റൊരാളോട് പറയാണ്, ഫമന്നല്ലാഹു അലൈന വവഖാന അദാബസ്സമൂം. അള്ളാഹു നമുക്ക് വല്ലാത്ത അനുഗ്രഹമാണ് ചെയ്തത്. വവഖാന അദാബസ്സമൂം, നരകത്തിലായിരുന്നുവെങ്കിൽ നമ്മുടെ രോമകൂപങ്ങളിലൂടെ തുളച്ച് കയറുന്ന ആ നരകത്തിൻ്റെ തീ നമ്മൾ സഹിക്കേണ്ടി വരൂലായിരുന്നോ? അതിൽ നിന്ന് അള്ളാഹു നമ്മെ സംരക്ഷിച്ചില്ലേ അല്ലേ? അള്ളാഹു നമുക്ക് വല്ലാത്ത അനുഗ്രഹം ചെയ്തു. ആ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിച്ചു എന്നിങ്ങനെ നരകത്തിലുള്ള ആളുകൾ പരസ്പരം ഇങ്ങനെ പറയുന്ന ആ ഭാഗമെത്തി. ആ ആയത്ത് ഓതി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. അപ്പം നരകത്തിൽ കടന്നതിന് ശേഷം പറയുന്ന വാക്ക് ഇങ്ങനെ സങ്കല്പിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഓതുകയാണ്, വതദഉ വതബ്കി വതുറദ്ദിദുഹ. ഇതിങ്ങനെ ഓതി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ കരയുന്നു, അല്ലാഹുവേ ആ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്ന് അറബിയിൽ ദുആ ചെയ്യുന്നു. വീണ്ടും ആയത്തോതുന്നു, കരയുന്നു, ആ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്ന് ദുആ ചെയ്യുന്നു. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഖാസിം ഇബ്നു മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖുംതു ഹത്താ മലൽതു ഖിയാം. ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു, അമ്മായിൻ്റെ നിസ്കാരം കഴിയട്ടെ എന്നിട്ട് കാണാം. പക്ഷേ ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ചോതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹിനോട് ഇങ്ങനെ ദ്വാരക്കുന്നു. അപ്പോൾ ഒരുപാട് നേരം നിന്ന് എൻ്റെ കാല് കടഞ്ഞു. അവസാനം ഞാൻ കരുതി ഇത് ചിലപ്പോൾ കുറച്ച് സമയം നീണ്ടു പോവായിരിക്കും, എന്നാൽ എനിക്ക് അങ്ങാടി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഫദഹബ്തു ഇല സൂഖി ലിഹാജത്തി, എൻ്റെ ഒരാവശ്യം ഉണ്ടായിരുന്നു, ആ ആവശ്യത്തിന് വേണ്ടി ഞാൻ അങ്ങാടിയിൽ പോയി. സുമ്മ റജഅതു, പിന്നെ ഞാൻ മടങ്ങി വന്നു. അപ്പോൾ നോക്കുമ്പോൾ എന്താ അവസ്ഥ? ഫഇദാ ഹിയ ഖായിമത്തുൻ ഖമാ ഹിയ തുസല്ലി വതബ്കി. ഞാൻ പോയപ്പോൾ എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെ എൻ്റെ അമ്മായിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇതേ ആയത്ത് ഓതി കരഞ്ഞ് അള്ളാഹിനോട് ദുആ ചെയ്യുന്ന ഒരവസ്ഥയാണ് കണ്ടത്. അപ്പോൾ നിസ്കാരത്തിൽ അവർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു ഖുശൂഉം, പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അവർക്ക് മനസ്സ് തട്ടി ഓതിയിരുന്ന അവരുടെ ആ ഒരു ആത്മാർത്ഥതയൊക്കെയാണ് ഇതിൽ നമുക്ക് പ്രകടമാകുന്നത്. അപ്പോൾ നമുക്കും ചിലപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ, ഹദീസുകൾ, ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത മാറ്റം വരും. അങ്ങനത്തെ വാക്കുകളൊക്കെ കൂടുതൽ കേൾക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.